അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, ബൈബിളിൽ ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം, ആ വചനത്തിൽ മോശെ പ്രവാചകനോട് യഹോവ പറഞ്ഞ കാര്യങ്ങൾ ഒരു യഥാർത്ഥ പ്രവചനമായി ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ യഹോവ പറഞ്ഞ എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന് യഹോവ പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമായി ചോദിക്കുകയാണ്. എവിടെയാണ് യഹോവ കൽപ്പിച്ച ആ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നിലവിലുള്ളത്? ഈ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. യഹോവ മോശെ പ്രവാചകനോട് പറയുകയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. മോശെ പ്രവാചകൻ്റെ ഈ ഒരു പ്രവചനം സത്യസന്ധമായി പുലർന്നിട്ടുണ്ട് എങ്കിൽ, അത് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് പോലെ യേശുവിലൂടെയാണ് ആ പ്രവചനം പുലർന്നിട്ടുള്ളത് എങ്കിൽ, നിങ്ങളുടെ വിശ്വാസപ്രകാരം യേശു ഒരു പ്രവാചകനായിരിക്കണം. കാരണം നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇനി യഹോവ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയുമെന്നാണ്. ഇവിടെയാണ് ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന് പറയുമ്പോൾ, യഹോവ കൽപ്പിച്ച യേശുക്രിസ്തു ജനങ്ങളോട് പറഞ്ഞ ആ കാര്യങ്ങൾ ഇന്ന് എവിടെ എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയുമെന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആവർത്തന പുസ്തകത്തിലെ ഈ ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ യേശുവാണ് എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് സാധിക്കുകയില്ല എന്നതാണ് സത്യാന്വേഷകരായിട്ടുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാനായ യേശു ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ബൈബിൾ പ്രകാരം അത് പൗലോസിൻ്റെ കത്തുകളിലൂടെയാണ്. എന്നാൽ യേശുവിൻ്റെ നേരിട്ടുള്ള പ്രസംഗങ്ങൾ, അതിനെ ക്രോഡീകരിച്ചത് ഹാജരാക്കാൻ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് സാധിക്കുമോ? ബൈബിളിലെ പുതിയ നിയമ സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട സുവിശേഷങ്ങൾ ഏതാ? മത്തായിയുടെ സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. ഇതെല്ലാം കണ്ടതും കേട്ടതുമായിട്ടുള്ള വൃത്താന്തങ്ങൾ യേശുവിൻ്റെ ശേഷം എഴുതപ്പെട്ടിട്ടുള്ളതാണ് എന്ന് അവർ തന്നെ സ്വയം ആ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്. യേശു കൽപ്പന നൽകിയ, അല്ലെങ്കിൽ എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന് യഹോവ പറഞ്ഞ, യേശു ജനങ്ങളോട് കൽപ്പിച്ച ആ കാര്യങ്ങൾ തനതായ രൂപത്തിൽ ഇന്ന് എവിടെയാണ് ലഭ്യമായിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെ ഒന്ന് ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ യേശുവിൻ്റെ കൈകളിലൂടെ അത് വന്നിട്ടില്ല. മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാനിൻ്റെയും ഒക്കെ സുവിശേഷങ്ങൾ ആ വ്യക്തികളുടെ അനുഭവങ്ങളും കുറിപ്പുകളും അവർ വിശ്വസിച്ച സന്ദേശങ്ങളൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഒരു സമാഹാരമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും അത് യഹോവ നേരിട്ട് കൽപ്പിച്ച വചനങ്ങളല്ല. യേശു പറയാത്ത പല വചനങ്ങളും ആ സുവിശേഷങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന ഒരു വിഷയമാണ്. ഇന്ന് ലോകത്ത് ബൈബിളിൻ്റെ റെഡ് ലെറ്റേഴ്സ് എഡിഷൻസ് ലഭ്യമാണ്. ഈ എഡിഷനിൽ മഹാനായ യേശു പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചുമന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാണിക്കാൻ സാധിക്കും. എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന് ആ യഹോവയുടെ കൽപ്പന ഒരിക്കലും ആ അടയാളപ്പെടുത്തിയതിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം.
യഹോവ കൽപ്പിച്ചതായ, യേശു പറഞ്ഞതായ കാര്യങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ, അതുതന്നെയാണ് ഇത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു രേഖയും ഈ വിഷയത്തിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രവചനം 100% മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പുലർന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകത്തിൽ പറയുന്നതെന്താ? നിന്നെപ്പോലെയുള്ള, അതായത് മോശെ പ്രവാചകൻ്റെ മാതൃകയിലുള്ള ഒരു പ്രവാചകനെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്, അഥവാ ഇസ്രായേൽ ജനതയുടെ സഹോദരന്മാരിൽ നിന്ന് കൊണ്ടുവരും എന്നാണ്. എന്നിട്ടോ യഹോവ പറയുകയാണ്, എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കുമെന്നാണ്. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവൻ ജനങ്ങളോട് പറയും എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ അറിയുകയില്ല, വായിക്കാൻ അറിയുകയില്ല. എന്നാൽ പടച്ച തമ്പുരാൻ ആ പ്രവാചകൻ്റെ നാവിൽ വെച്ചതുപോലെ യഹോവ അയച്ച സന്ദേശങ്ങൾ ഒന്നും വിട്ടുപോകാതെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അത് ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയി പരിശോധിച്ചാൽ അത് ഇന്നും ഏവർക്കും ലഭിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ ഇന്ന് അത് ലഭ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതെ, പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സൂറത്ത് ഖിയാമയിലെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, ലാ തുഹദ്രിക് ബിഹി ലിസാനക ലിതഅജൽ ബിഹ്, നീ അത് ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതുകൊണ്ട് നിൻ്റെ നാവ് ചലിപ്പിക്കേണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, തീർച്ചയായിട്ടും ആ ഖുർആനിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. യഹോവ പ്രവചിച്ച ആ പ്രവാചകനെയും ആ പ്രവാചകനിലൂടെ യഹോവ കൽപ്പിച്ച അവൻ്റെ വചനങ്ങളും നിങ്ങൾ അടുത്തറിയണം സഹോദരങ്ങളെ. അഥവാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ പ്രവാചകനിലൂടെ യഹോവ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനും നിങ്ങൾ അടുത്തറിയണം, അതിനെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.